ഹീൽ യുവർ സെൽഫ്, ലവ് യുവർ ലൈഫ് 11th ഡേ ആണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് റിലീസ് യുവർ ആങ്കർ ആൻഡ് ഫീൽ ഗുഡ് എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ആങ്കർ എന്ന ഇമോഷൻ പലപ്പോഴും നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അൺകൺട്രോളബിൾ ആയിട്ടുള്ള ദേഷ്യം ഇത് പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാക്കുന്നുണ്ടാകാം. ചിലരാണെങ്കിൽ ആങ്കർ എക്സ്പ്രസ് ചെയ്യുന്നതിനുള്ള പ്രശ്നം, ചിലർക്കാണെങ്കിൽ ഇത് സപ്രസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നം. ഇങ്ങനെ ദേഷ്യത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ് ഓരോരുത്തരിലും ഉള്ളത്. ഇന്ന് നമ്മൾ പരിശ്രമിക്കുന്നത് ഈ ദേഷ്യത്തിൽ ഒന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്ത് മാനേജ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ്. നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യത്തിനെ ഫൊർഗീവ് ചെയ്ത് റിലീസ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫീൽ ഗുഡ് അബൌട്ട് അവർ സെൽഫ്. എങ്ങനെയാണിത് സാധിക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. ശരിക്കും ആങ്കറിനെ പറയുന്നത് സത്യസന്ധമായ ഇമോഷൻ എന്നാണ്. ആ ദേഷ്യം നമ്മളിൽ നിന്ന് വെളിയിലേക്ക് പോയില്ലെങ്കിൽ അത് എനർജി ബോഡിയെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അങ്ങനെ അത് പതുക്കെ പതുക്കെ നമ്മുടെ ബോഡിയിൽ പല ഡിസീസസും കാരണമാവുകയും ചെയ്യും. ദേഷ്യം എക്സ്പ്രസ് ചെയ്യാതിരുന്നാൽ അത് റെസെന്റ്മെന്റ്, ബിറ്റർനെസ്, ഡിപ്രഷൻ ഇങ്ങനെ പല അവസ്ഥകളും നമുക്കുണ്ടാക്കും. അതുകൊണ്ട് തന്നെ അതിനെ ഹാൻഡിൽ ചെയ്ത് റിലീസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. സപ്രസ് ചെയ്ത് വെക്കേണ്ട ഒരു ഇമോഷൻ അല്ല ആങ്കർ. അങ്ങനെ നമ്മൾ ദേഷ്യം സപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പ്രഷർ കുക്കർ പൊട്ടുന്നത് പോലെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ദേഷ്യമുണ്ടാവുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഇവിടെയാണ് നമ്മളെ ട്രെയിൻ ചെയ്യേണ്ടത്. റിയാക്ട് ചെയ്യുകയല്ല വേണ്ടത്, പോസ് ആൻഡ് റെസ്പോണ്ട് എന്ന ട്രെയിനിങ് ആണ് നമുക്ക് വേണ്ടത്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കാതിരിക്കുക. അങ്ങനെ പ്രതികരിക്കുമ്പോൾ നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ ആണ് വർക്ക് ചെയ്യുന്നത്. കുറച്ച് സെക്കൻഡ് നമ്മളെ ഒന്ന് പോസ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ ബ്രെയിനിലേക്ക് പോയാൽ മാത്രമേ ആങ്കറിനെ മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ. ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കാതെ പോസ് ആൻഡ് റെസ്പോണ്ട് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മളുടെ ബ്രെയിനിൻ്റെ കൺട്രോൾ ഇമോഷണൽ ബ്രെയിനിൽ നിന്നും ലോജിക്കൽ ബ്രെയിനിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ പ്രതികരിക്കാൻ കഴിയുള്ളൂ. അതിനെ നമ്മളെ അനുവദിക്കുകയാണ് ചെയ്യേണ്ടത്. ആയിരിക്കുന്ന സമയത്ത് ഈ ദേഷ്യത്തിന് എങ്ങനെ പ്രതികരിക്കണം എന്നൊന്നും നമുക്കറിയില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ആരിൽ നിന്നോ നമ്മൾ സ്വീകരിച്ചതാണ് ഈ പ്രതികരിക്കുന്ന രീതി. പല രീതിയിലാണല്ലേ ദേഷ്യം വരുമ്പോൾ പ്രതികരിക്കുന്നത്. ഇതിൻ്റെ കോൺസിക്വൻസസ് എന്താണ് എന്ന് പോലും ഓർക്കാതെയാണ് പലരുടെയും പ്രതികരണം. അപ്പോൾ ഈ പോസ് ആൻഡ് റെസ്പോണ്ട് എന്ന രീതി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്ത് വളരെ ആരോഗ്യപരമായ രീതിയിൽ നമ്മുടെ ഉള്ളിൽ നിന്നും ദേഷ്യം റിലീസ് ചെയ്യുകയും ചെയ്യാം. എന്നാൽ അത് പ്രശ്നമുണ്ടാകാതെ സൂക്ഷിക്കുകയും ചെയ്യാം. നമ്മൾ പരിശീലിക്കേണ്ട ഒരു കാര്യമാണ് ഈ ആങ്കർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ സപ്രസ് ചെയ്തു വെച്ചിരിക്കുന്ന ദേഷ്യത്തിനെ എങ്ങനെ റിലീസ് ചെയ്ത് നമ്മളെ തന്നെ ഫീൽ ഗുഡ് ആക്കി മാറ്റാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം. ഇതിന് മിറർ വർക്കും ജേണലും ഹെൽപ്പ് ചെയ്യും. ഇനി ജേണലിൽ നമ്മൾ എഴുതേണ്ടത് ഇതാണ്: സ്വയം ഒന്ന് ഒബ്സർവ് ചെയ്യുക. എന്ത് കാര്യങ്ങളാണ് നമ്മളെ ട്രിഗർ ചെയ്ത് എത്രത്തോളം ദേഷ്യം ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നത്? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, ദേഷ്യം വന്നാൽ എങ്ങനെയാണ് ഞാൻ പ്രതികരിക്കുന്നത് എന്ന് ഉത്തരം എഴുതാം. മൂന്നാമത്, ഈ പ്രതികരിക്കുന്നത് കൊണ്ടുള്ള കോൺസിക്വൻസസ് എന്താണ്? എനിക്കും അത് മറ്റുള്ളവർക്കും എന്ത് പ്രയാസമാണ് ഉണ്ടാക്കുന്നത്? നാലാമതായി ചെയ്യേണ്ട കാര്യം, എൻ്റെ ഈ പ്രതികരണ രീതിയെ വേറെ ഏത് രീതിയിലേക്ക് എനിക്ക് മാറ്റാൻ കഴിയും? പുതിയൊരു രീതിയും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ പെട്ടെന്ന് ഈ സ്വയം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതി മാറ്റിയിട്ട് എന്നാൽ ഈ ദേഷ്യത്തിനെ റിലീസ് ചെയ്യാനുള്ള ഒരു വഴിയും കൂടി നമുക്ക് ചാനലിൽ എഴുതാൻ ശ്രമിക്കുക. അതോടൊപ്പം നമ്മുടെ മിറർ വർക്കിൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കി കുറച്ച് സമയം നമ്മളെ തന്നെ റിലാക്സ് ചെയ്യിക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് റിലാക്സ്ഡ് ആകുക. അതിനുശേഷം നമ്മുടെ മനസ്സിൽ നമുക്ക് അത്രത്തോളം ദേഷ്യമുള്ള വ്യക്തികൾ ഉണ്ടാവില്ലേ, ആ വ്യക്തിയെ മുൻപിൽ സങ്കല്പിക്കുക. എന്നിട്ട് ആ വ്യക്തിയോട് പറയുക, ഐ ആം ആംഗ്രി അറ്റ് യു ബിക്കോസ് ഓഫ് ദിസ് റീസൺ.
എനിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നാൻ കാരണം ഇതാണ്. ആ വ്യക്തിയെ സങ്കല്പിച്ചിട്ട് എന്താണോ നമുക്ക് അവരോട് പറയാനുള്ളത് അത് എക്സ്പ്രസ് ചെയ്യുക. ആ ദേഷ്യം ഉള്ളിൽ നിന്നും റിലീസ് ചെയ്യുക. ഐ ആം ഹേർട്ട് ബിക്കോസ് ഓഫ് ദിസ് റീസൺ, ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അതിന് എക്സ്പ്രസ് ചെയ്യുക. ഐ എം സോ അഫ്രൈഡ് ബിക്കോസ് ഓഫ് ദിസ് റീസൺ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണോ ആ ഒരു വികാരം ഉണ്ടായത് അത് നമുക്ക് ആ വ്യക്തികളെ സങ്കല്പിച്ചിട്ട് അത് അവരോട് എക്സ്പ്രസ് ചെയ്യുക. അതിനുശേഷം ഒരു 3 പ്രാവശ്യം ഡീപ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളോട് പറയുക, ഐ ഡിസേർവ് ടു ഫീൽ ഗുഡ്, ഐ ഡിസേർവ് ടു ഫീൽ ഗുഡ്, ഐ ഡിസേർവ് ടു ഫീൽ ഗുഡ്. ഇങ്ങനെ കുറച്ച് പ്രാവശ്യം പറഞ്ഞ് നമ്മളെ തന്നെ റിലാക്സ്ഡ് ആക്കുക. ലെയറായി നമ്മുടെ ഉള്ളിലുള്ള സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമോഷനെ വെളിയിലേക്ക് കളഞ്ഞ് നമ്മളെ തന്നെ വളരെ സമാധാനത്തോടു കൂടി ഫീൽ ഗുഡ് ആക്കി മാറ്റുവാൻ ഈ പ്രാക്ടീസ് സഹായിക്കും. അങ്ങനെ ഇമോഷൻസിനെ സപ്രസ് ചെയ്തു വെച്ചാൽ അത് നമ്മുടെ എനർജി ബോഡിയിലാണ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. ത്തിന്റെ സമാധാനത്തിന് ദേഷ്യത്തെ മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. മിറർ വർക്കിലൂടെയും ജേർണലിലൂടെയും കൂടുതൽ പരിശീലിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നാളെ ഒരു പുതിയ ആശയവും പരിശീലനവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.